നിർമ്മിത ബുദ്ധി വരെ എത്തി നിൽക്കുന്ന വിവരസാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവും. എന്നാൽ ടെക്നോളജി എത്ര വളർന്നാലും വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് തേടുമ്പോഴാണ് വോട്ടർമാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനാകുന്നതെന്ന് മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ. രാജഗോപാൽ ചൂണ്ടിക്കാട്ടുന്നു. മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ ഒ. രാജഗോപാൽ തൻ്റെ പഴയകാല തെരഞ്ഞെടുപ്പ് ഓർമ്മകളും പ്രചാരണത്തിലെ ഓർമ്മകളുമൊക്കെ പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം സർ. നമസ്കാരം. ആദ്യമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ ഈ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുക, പിന്നെ ഈ മൈക്കിലൂടെയൊക്കെയുള്ള അനൗൺസ്മെന്റും കവലകളിലും ജംഗ്ഷനിലും ഒക്കെ. ഇപ്പൊ അന്നൊക്കെ മാറി, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആയല്ലോ. അപ്പൊ ഏതാ നല്ലതെന്ന് തോന്നുന്നു? വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല വഴി വീടുകളിൽ പോയി അവിടുത്തെ അമ്മമാരും അവിടുത്തെ ആൾക്കാരെല്ലാം കണ്ട് നേരിട്ട് വോട്ട് ചോദിക്കും. അവർ ചിലപ്പോൾ ഒരു ചായയൊക്കെ ഓഫർ ചെയ്യും. അത് കഴിച്ച് ആ ഒരു ഫ്രണ്ട്ലിനെസ്, ഒരു ഹോംലിനെസ് അവരിലൊരു ഇതുണ്ടാക്കാൻ സാധിക്കും. വീട്ടിൽ വന്ന് ചോദിച്ചു വോട്ടെന്ന് പറയുമ്പോൾ അമ്മമാർക്കും സന്തോഷം തന്നെയാണ്. അപ്പോൾ അതാണ് കൂടുതൽ നല്ല വഴിയെന്ന്. വലിയ ബഹളം, ഒരു യോഗമൊക്കെ കൂടിയിട്ട് ജനങ്ങൾ യോഗം കേൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല വോട്ട് ചെയ്യണത്. ഇൻഡിവിജ്വലായിട്ടുള്ള കൺവിക്ഷൻ ഉണ്ടാക്കണം ആൾക്കാർക്ക്. അപ്പോൾ അതിനുള്ള വഴി ഈ വീടുകളിൽ പോയി അവരെ കണ്ട് ചോദിക്കുന്നതായിട്ടുള്ള മെത്തേഡാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കവലകളിലൊക്കെ അന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഉശിരം പ്രസംഗങ്ങളും ഒക്കെ, ഈ നേതാവിൻ്റെ ഒരു പ്രസംഗം ഒക്കെ വരുമ്പോൾ അതെങ്ങനെയായിരുന്നു? ഈ ആൾക്കാരുടെ മുഴുവൻ ആൾക്കാരെയൊക്കെ സ്വാധീനിക്കാനൊക്കെ പറ്റുന്ന എങ്ങനെയായിരുന്നു? എൻ്റെ പ്രസംഗം ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വസ്തുതകൾ മനസ്സിലാക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് ശ്രമമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലാതെ എങ്ങനെയെങ്കിലും പരിഹസിച്ച് ബാക്കിയുള്ളവരെയൊക്കെ ചീത്ത പറഞ്ഞ് ഒക്കെ പറയുമ്പോൾ ആൾക്കാരെ കൈയടിച്ച് ചിരിക്കും ആൾക്കാരെ. പക്ഷെ അതുകൊണ്ട് വോട്ട് കിട്ടില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നല്ല ചൂടാണ്. ഈ സ്ഥാനാർത്ഥികളൊക്കെ ഈ കൊടും ചൂടില് പ്രചാരണവുമായി തളർന്ന് അവശരാകുകയാണ്. അന്ന് മത്സരിച്ച സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ഈ കഠിന ചൂടൊക്കെ താണ്ടി തന്നെ ആയിരുന്നു പ്രചാരണ രംഗത്തൊക്കെ? തീർച്ചയായിട്ടും. അതിന് ഞാൻ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്ന് വിശ്രമിച്ചിട്ട് തുടരും. മാരാർജിയുടെ പ്രവർത്തന സമയത്ത് മാരാർജിയുടെ ഒപ്പം ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിരുന്നൊരു കാലഘട്ടത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? മാരാർജിയുടെ പ്രസംഗം എന്ന് പറയുമ്പോൾ മഹാരാജയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആൾക്കാർ വരും. നല്ല രസിക്കും, തമാശ പറയാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. നല്ല പ്രാസംഗികനായിരുന്നു. നല്ല പ്രാസംഗികം മാത്രമല്ല, ആളെ ചിരിപ്പിച്ചുകൊണ്ട് പറയും, കാര്യങ്ങൾ പറയും. അങ്ങ് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ അങ്ങയുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സൗഹൃദമായിരുന്നു അവരുടെയൊക്കെ ഫങ്ഷൻസ്. എൻ്റെ ഫങ്ഷൻസിന്, എൻ്റെ പിറന്നാളിന് അവരൊക്കെ വരും. എൻ്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ആ ഓട്ടോബയോഗ്രഫി എഴുതിയത്, അത് ഇന്നോഗ്രേറ്റ് ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇന്നോഗ്രേറ്റ് ചെയ്യിച്ച്. എന്തായാലും നന്ദി സാർ, ഇത്രയും സമയം പഴയ ഓർമ്മകളൊക്കെ ഇത്രയും നേരം പങ്കുവച്ചതിന് നന്ദി.